കൊടും ചൂടിൽ വെന്തുരുകുകയാണ്. ആ വാർത്തയിലേക്കാണ് വീണ്ടും ബ്രേക്കിംഗ് ന്യൂസ് പോകുന്നത്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് അനീഷ് ദേവസ്യ, കോഴിക്കോട്ടെ ഏറ്റവും തിരക്കേറിയ മിഠായി തെരുവിൽ നിന്നാണ് അനീഷ് ദേവസ്യ ചേരുന്നത്. അനീഷ് ദേവസ്യ, മിഠായി തെരുവിൽ എന്തൊക്കെയാണ് അവിടുത്തെ ഈ കൊടും ചൂടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? ദിലീപ്, ഈ മീനച്ചൂടിൽ വാടിത്തളരുകയാണ് മലബാർ മേഖല. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ ഇത്തവണ റെക്കോർഡ് ചൂടാണ് രേഖപ്പെടുത്തിയത്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാണിജ്യ കേന്ദ്രമായ മിഠായി തെരുവിലാണ്. ഇവിടെ വെയിൽ അല്പം കൂടുതലാണെങ്കിലും ആളുകളുടെ കുറവൊന്നുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലും ഇങ്ങനെ തന്നെയായിരുന്നു. ഇവിടെ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ചേട്ടാ, ചൂട് എങ്ങനെയുണ്ട്? സഹിക്കാൻ പറ്റുന്നുണ്ടോ? ഭയങ്കര ചൂടല്ലേ, ചൂട് ഓവറാ. എല്ലാ പ്രാവശ്യത്തിനെക്കാട്ടി പ്രാവശ്യം കൂടുതലായിട്ടാണ് തോന്നുന്നത് ചൂട്. വെള്ളം കണ്ടില്ല, ഗൈസ് കണക്കിന് വാങ്ങിച്ചിരിക്കണം കുടിക്കാൻ വേണ്ടിയിട്ട്. ഓരോ നിർജ്ജലീകരണം എന്തൊക്കെ ഒരു പ്രതിഭാസമാണെന്നല്ലേ പറഞ്ഞത്. വെള്ളം കുടിച്ചും കൊണ്ടിരിക്കുന്നല്ലേ പറഞ്ഞത്. ഈ കരിങ്കല്ലിൻ്റെ ചൂട് ഒരു 2 മണിക്ക് ശേഷം മുകളിൽ താഴത്തൊന്നും ചൂടാണ് ഇവിടെ SM സ്ട്രീറ്റിനെ സംബന്ധിച്ചിടത്തോളം. ചേട്ടാ, ചൂട് എങ്ങനെയുണ്ട്? സഹിക്കാൻ പറ്റുന്നുണ്ടോ? ചൂട് സഹിക്കാൻ പറ്റില്ല. ചൂട് സഹിക്കാൻ പറ്റുന്ന ഇവിടെ കച്ചവടമൊക്കെ മൂടിയിട്ട് പോവുക. 12 മണിയാകുമ്പോഴത്തേനും മൂടിയിട്ടിട്ട് പിന്നെ വൈകുന്നേരം 5 മണിക്ക് ശേഷം വന്നിട്ട് കച്ചവടം ചെയ്യുന്നത്. സഹിക്കാൻ പറ്റില്ല. ആള് കൊഞ്ഞു വീണു. ഇവിടെ തന്നെ എത്ര സ്ത്രീകളൊക്കെ കൊഞ്ഞു വീണിട്ട് വെള്ളം കൊടുക്കുക. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചൂട് തന്നെ, സഹിക്കാൻ പറ്റില്ല. ചേട്ടാ, ചൂട് എങ്ങനെയുണ്ട്? സഹിക്കാൻ പറ്റുന്നുണ്ടോ? ഭയങ്കര ചൂടാണ്, സഹിക്കാൻ കഴിയാത്ത ചൂടാണ്. അത് കണ്ടില്ല, ഗൈസ് കണക്കിന് വെള്ളമാണ് വാങ്ങിച്ച് കുടിച്ച് തീർക്കാണ്. അതന്നെ. ചേച്ചി, ചൂട് എങ്ങനെയുണ്ട്? സഹിക്കാൻ പറ്റുന്നുണ്ടോ? സഹിക്കാൻ പറ്റുന്നില്ല. പുറത്തിറങ്ങുന്നില്ല? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ലേ? പുറത്തിറങ്ങുന്നതാണ്. ചേച്ചി, എങ്ങനെയുണ്ട്? ചൂട് എങ്ങനെയുണ്ട്? സഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അസഹനീയമായ ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല. ദിലീപ്, അത്തരത്തിലാണ് ഈ ചൂട് കൂടിയത് എല്ലാ മേഖലയും ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കൂടുതലും ബാധിച്ചിരിക്കുന്നത് ഈ വ്യാപാരികളെയാണ്. ഏതായാലും ഈ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നമുക്ക് നൽകുന്നൊരു വിവരം അനുസരിച്ച് ഇന്നലെ 37 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് കോഴിക്കോട് രേഖപ്പെടുത്തിയത്. ഇത് കഴിഞ്ഞ വർഷമായി താരതമ്യം ചെയ്യുമ്പോൾ അല്പം കൂടുതലാണ്. കഴിഞ്ഞ വർഷം 34.5 മുതൽ 35.5 ഡിഗ്രി സെൽഷ്യസ് വരെയായിരുന്നു ചൂട് രേഖപ്പെടുത്തിയിരുന്നത്. ഏതായാലും ഈ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുന്ന ഒരു വിവരം അനുസരിച്ച് വരും ദിവസങ്ങളിലും ചൂട് കൂടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിലീപ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.